ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചൈനയിലെ ഗാൻജോയിൽ ഞാനൊരു യാത്ര നടത്തിയിരുന്നു. അപ്പം അവിടുത്തെ കാര്യങ്ങൾ ടോപ്പ് 5 ഡെസ്റ്റിനേഷനെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ, ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കും. ഫസ്റ്റ് വൺ നമ്മുടെ ഷിങ്ക്വാൻ ആൻഷ്യൻ്റ് സ്ട്രീറ്റ്. ഇത് പഴയ ഒരു സ്ട്രീറ്റ്, ചൈനീസ് ആർക്കിടെക്ചർ, ട്രഡീഷണൽ ആർക്കിടെക്ചർ, ഫുഡ് സ്റ്റാൾസ്, ആൻറ്റിക്സ്, നമ്മുടെ പണ്ടത്തെ ഫോർട്ട് കൊച്ചി പോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ വരുമ്പോഴേ. അതുപോലെ ഇവിടെ എല്ലാ ഹാൻഡ് ക്രാഫ്റ്റ്സ്, ലോക്കൽ സ്നാക്സ്, അങ്ങനെ എല്ലാത്തരം കാര്യങ്ങളും കിട്ടുന്ന ഒരു ഓൾഡ് സ്ട്രീറ്റാണ്. അടുത്തത് ചിംലോങ് പാരഡൈസ് തീം പാർക്ക്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻസാണ് ഗാൻജോയിൽ. ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇടവാണ്. അതുപോലെ തന്നെ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേകം ഏരിയകളുണ്ട്. ഇവിടെ റോളർ കോസ്റ്റർ, വാട്ടർ റൈഡുകളെല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 70-ൽ പുറത്ത് റൈഡുകളുണ്ട് ഇവിടെ. പിന്നെ ഡൈവ് കോസ്റ്റർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 80 മീറ്റർ ഉയരത്തിൽ നിന്നും വീഴുന്നതാണത്. പിന്നെ രസകരമായ അനുഭവമാണ് ഇവിടെ വരുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ത്രിൽ റൈഡ് പാരഡൈസ് എന്ന് തന്നെ പറയാം ഇതിനെ. ഇവിടെ ഈ ഇങ്ങനത്തെ, അതായത് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഞാനാണെങ്കിൽ ഇവിടെ കുറച്ച് വിഷ്വൽസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഞാനിത് പോയ വീഡിയോ, അതായത് പോയ ടോപ്പ് 5 ഡെസ്റ്റിനേഷൻസ് ആയിട്ട് കാണിക്കുന്നത് കൊണ്ട് അങ്ങനെ മൊത്തമൊന്നും ഇട്ടിട്ടില്ല. കുറച്ച് റൈഡുകളും ഒക്കെ മാത്രമേ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഇതിൻ്റെ വീഡിയോസായിട്ടൊക്കെ ഇതിനകത്ത് ഓൾറെഡി നേരത്തേക്ക് ചെയ്ത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതായത് വലിയ പോയ മൊത്തത്തിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ആണെങ്കിൽ ഇവിടെ വരണമെങ്കിൽ തന്നെ, ഇവിടെ നമ്മൾ വരുവാണെങ്കിൽ ഒരു ദിവസം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യണം. കാരണം രാവിലെ തന്നെ വരണം. നമ്മൾ പിന്നെ ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാം ഇവിടെ ഉണ്ട്. അത്രയ്ക്ക് രസമാണ്. ശരിക്കും പറഞ്ഞാൽ ത്രില്ലിംഗ് പാരഡൈസ് തന്നെയാണ് ഈ ചിംലോങ്. അടുത്തത് ബീജിംഗ് പെഡസ്ട്രിയൻ സ്ട്രീറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ മാളുകൾ, സ്ട്രീറ്റ് ഫുഡ് എല്ലാം ഉണ്ട്. ആളുകളുടെ ഭയങ്കര തിരക്കാണ്. ബ്രാൻഡഡ് ഷോപ്പിംഗ് സെൻറ്റേഴ്സാണ് ഇവിടെ മൊത്തം. ഇവിടെ ചൈനീസ് സ്ട്രീറ്റ് ലൈഫ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ താഴെ പഴയ റോഡുകളുണ്ട്, മിനി ഗ്ലാസ് ഫ്ലോർസ് ഉണ്ട്. അതുപോലെ ചൈനീസ് സ്ട്രീറ്റ് ഫുഡ് ലവേഴ്സിൻ്റെ ഒരു ഹെവൻ ആണെന്ന് പറയാം ഈ ബീജിംഗ് പെഡസ്ട്രിയൻ സ്ട്രീറ്റ്. ഇത് ബീജിംഗ് പെഡസ്ട്രിയൻ സ്ട്രീറ്റ് ആണെന്നേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഗാൻജോയിൽ തന്നെയാണ്. പിന്നെ എല്ലാത്തരം ബ്രാൻഡഡ് ആയിട്ടുള്ള ന്യൂ ആയിട്ടുള്ള എല്ലാം കിട്ടുന്ന സ്ഥലം ഇവിടാണ്. ഇവിടെ ഗാൻജോയിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പെഡസ്ട്രിയൻ സ്ട്രീറ്റുകളെല്ലാം നിങ്ങൾ കവർ ചെയ്തിട്ടേ പോകാവൂ. അത്രയ്ക്കും. പിന്നെ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഓരോരോ ദിവസമായിട്ട് വന്ന് നിന്ന് കണ്ട്, അതായത് 5 ദിവസം നിന്നാലേ ഇതെല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റൂ. അടുത്തതെന്ന് പറഞ്ഞാൽ ചിംലോങ് സഫാരി പാർക്ക്. ഇതും ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് ആണ്. അതായത് ഒരു ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇടം തന്നെയാണിത്. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ സഫാരി പാർക്ക് ഇതാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 20,000-ലധികം മൃഗങ്ങൾ ഇവിടെ ഉണ്ട്. എക്സാമ്പിൾ നമ്മുടെ പാണ്ടയുണ്ട്, ആനകളുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ വൈറ്റ് ടൈഗേഴ്സ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഒരു മാപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ വന്നാൽ ഇതിനകത്ത് നോക്കി എവിടെയൊക്കെ പോകണം, എങ്ങനെ പോകണം എന്നെല്ലാം ഉണ്ട്. ഇംഗ്ലീഷിലൊക്കെ ഉണ്ട്. പിന്നെ ഇതും വരുവാണെങ്കിൽ നമ്മൾ രാവിലെ തന്നെ വരണം. എല്ലാത്തരം ബേർഡ്സ് എല്ലാം ഉണ്ട്. ഞാനാണെങ്കിൽ ഇതൊക്കെ വീഡിയോസായിട്ട് ഇട്ടിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ചെറിയ ക്ലിപ്പുകൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ വലിയ ഷോസുകളുണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ നടന്നും പോകാം, അല്ലാതെ ട്രാമിലൂടെ പോകാം. ട്രാമിലൂടെ പോയി നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള മേളിൽ നിന്ന് താഴെ ആകാശ കാഴ്ചകളായിട്ട് കാണാം. പിന്നെ ഏറ്റവും വലിയ ഓപ്പൺ സഫാരി പാർക്കാണ് ഇവിടെ ചൈനയിൽ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നാൽ നല്ല രസമാണ്. നല്ല രസം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇവിടെ നമുക്ക് ഇത് കാണാനൊക്കെ. പിന്നൊരു പ്രത്യേകത, നമ്മുടെ ഓൺ വണ്ടി, നമ്മുടെ സ്വന്തം വാഹനത്തിൽ നമുക്കിവിടെ സഫാരി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഡ്രാം ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വൈറ്റ് ടൈഗർ ഉള്ളത് നമ്മുടെ ഈ സഫാരി പാർക്കിലാണ്. പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഷോസുകളുണ്ട്. എല്ലാ ആനിമൽസിൻ്റെയും ഷോസുകളുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാത്തിൻ്റെയും ഷോയുണ്ട്. പിന്നെ ഈ ആനകളുടെ ഷോയുണ്ട്. അതുപോലെ പിന്നെ പാണ്ടാസ്, ഇതൊക്കെ നമുക്കാണെങ്കിൽ അല്ലാതെ ഈ
നടന്ന് കാണുവാണെങ്കിൽ അല്ലെങ്കിൽ ഡ്രാമിൽ പോകാം, ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഓൺ വണ്ടിയിൽ പോകാം. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻസ്. നമ്മളിങ്ങനെ പോകുമ്പം തന്നെ നമുക്ക് ഇതിനകത്തൂടെ ഇങ്ങനെ ഈ സിംഹം അലറുന്ന സൗണ്ടുകൾ നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റും. പിന്നെ പാണ്ടാസ് എല്ലാം മടിപിടിച്ച് ഉറങ്ങുവാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ കാണാവുന്ന നമ്മുടെ ഈ സീബ്ര, ജിറാഫ്, ഇങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മഡഗാസ്കർ സിനിമയില്ലേ, അതുപോലെ നമുക്ക് അതേ ഫീല് കിട്ടും. അതിനകത്ത് നമ്മൾ കണ്ടിട്ടില്ലേ സീബ്ര, ജിറാഫ്, ഇവരൊക്കെ ഒരു ഫ്രണ്ട്സ് പോലുള്ള അതേ രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. സിനിമ കണ്ടവർക്ക് അറിയാം, ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് അതേ ഫീല് കിട്ടും. പിന്നെ ഏറ്റവും കൂടുതൽ കോലാസുകളുള്ളത് ഈ പാർക്കിലാണ്. ഓസ്ട്രേലിയ ആയിരുന്നു ആദ്യം, ഇപ്പം ഇവിടെ ഈ പാർക്കായി ഈ കോലാസ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് ടൈഗേഴ്സ് ഉണ്ട് ഏറ്റവും കൂടുതൽ ഇവിടാണ്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നല്ല കാണാൻ നല്ല കൊഴുത്തുരുണ്ട് തുടുത്തിരിക്കുവാണ് എല്ലാത്തിനെയും കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന രാവിലെ തന്നെ വരണം, വന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. എടുത്ത് നമ്മൾ ഇവിടെ വന്ന് പിന്നെ നമുക്ക് വൈകിട്ടേ പോകാൻ പറ്റും. അത്രയ്ക്കും നടന്ന് കാണാനാണെങ്കിൽ നല്ല ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുഡൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഫുഡൊന്നും നമ്മൾ കൊണ്ടുവരണ്ട, നമുക്ക് ഫുഡ് എല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ അതുപോലെ ഷോസുകളുണ്ട്, ആഫ്രിക്കൻ ട്രഡീഷണൽ ഡാൻസുകളുണ്ട് ഇതിനകത്ത്. അവരും കൂടെ ചേർന്നിട്ടാണ്, അവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡാൻസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ഷോസിനും ഇതുപോലെ ഇഷ്ടം പോലെ ആൾക്കാരാണ്. ഞാനിപ്പം ഇതിനകത്ത് എലിഫൻറ്റിൻ്റെ ഷോ മാത്രമേ ഇടുന്നുള്ളൂ, അല്ലാതെ ബാക്കി ഒത്തിരി ഷോസുകളൊക്കെ ഇതിനകത്ത് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഓരോ 5 മിനിറ്റ്സ് കൂടുമ്പോഴും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ ആഫ്രിക്കക്കാരുടെ അവർ ട്രെയിൻഡ് ഡാൻസേഴ്സ് ഉണ്ട്, അവരുടെ ഡാൻസുകളുണ്ട്. നമ്മളൊക്കെ ഇപ്പം ഡിസ്നി ലാൻഡിലൊക്കെ പോകുമ്പം ഒത്തിരി ഷോസ്, ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ഡാൻസ് കളിക്കില്ല, അതുപോലെ തന്നെ സെയിം ഇവിടെയുണ്ട്. അങ്ങനെ ആഫ്രിക്കക്കാർ മാത്രമല്ല, ഇവിടെ ചൈനീസ് ആൾക്കാരും അവരുടേതായ ട്രഡീഷണൽ ഡാൻസുകളും, പിന്നെ നമ്മുടെ ഈ കുട്ടി കഥകളിലെ കാർട്ടൂൺസ്, അപ്പോൾ ആ ക്യാരക്ടേഴ്സൊക്കെ ഇതിനകത്ത് ഒരുപാട് അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ വലിയവർക്കും അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരിടമാണ്. പിന്നെ നമ്മളിപ്പം വയസ്സായ ആൾക്കാർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഓൺ വാഹനത്തിൽ പോകാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഡ്രാമുകൾ ഉപയോഗിക്കാം. നടന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് അങ്ങനെയാകാം. ശരിക്കും പറഞ്ഞാൽ ഈ എലിഫൻറ്റ് ഷോ കാണാൻ രസമാണ്. അങ്ങനെ വലിയ ഇതൊന്നും ചെയ്യിക്കത്തില്ല, ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യിക്കത്തുള്ളൂ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ചിംലോങ് സഫാരി പാർക്കിലെ വിശേഷങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസാണ് ഈ ചിംലോങ് സഫാരി പാർക്ക്. വരുന്നവർ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. ഞാൻ പറഞ്ഞ ഫാമിലി ആയിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, കാരണം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അടുത്ത അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻഡൻ ടവറാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ചൈനയിലെ 2ാമത്തെ ഉയരം കൂടിയ ടവറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേക രാത്രി സമയത്ത് ഇതിൻ്റെ ലൈറ്റിംഗ് കാണാൻ നല്ല രസമാണ്. പിന്നെ ഇത് 600 മീറ്റർ ഉയരമുണ്ട്. അതുപോലെ തന്നെ ഈ ടവറിന് മുകളിൽ ഒബ്സർവേറ്ററി ഡെസ്കുകളുണ്ട്. പിന്നെ അടുത്ത ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നൈറ്റ് പേൾ ക്രൂയിസ് റിവർ എന്നാണ് പറയുന്നത്, പേൾ ക്രൂയിസ് റിവർ. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഷിപ്പുണ്ട്, നമുക്ക് റൊമാൻറ്റിക് ഡിന്നർ പാർട്ടികളെയൊക്കെ നമുക്ക് ഇവിടെ നടത്താൻ പറ്റും. ഇതും ഒരു വലിയ അട്രാക്ഷനാണ്. പിന്നെ ഇവിടെ ഡ്രാമുകളുണ്ട്, നമ്മൾ ഈ ക്യാൻഡൻ ടവറിലോട്ട് കൊണ്ടുവന്ന ഡ്രാമുകൾ. ഇവിടെ ശരിക്കും വരുവാണെങ്കിൽ നൈറ്റ് തന്നെ വരണം, നൈറ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണിത്. പിന്നെ ഗാൻജോയിലും മെയിൻ അട്രാക്ഷൻസൊക്കെ ഇതൊക്കെയാണ്, അല്ലാതെ ഇത് കൂടാതെ ഒരുപാട് സ്ഥലങ്ങൾ വേറെയുണ്ട്. അപ്പം ഇനി എന്തെങ്കിലും ഗാൻജോയിൽ പോകുമ്പോൾ അവിടെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പം അടുത്ത അട്രാക്ഷൻസ് പറയാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കും. അപ്പം എല്ലാവരും ഗാൻജോയിൽ വരുമ്പം ഇതെല്ലാം കാണൂ, ആസ്വദിക്കൂ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.